ഇസ്രായേൽ ബന്ദികളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളിച്ചിരിക്കുകയാണ്. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ അത് തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി ആരോപിച്ച് ശനിയാഴ്ച നടക്കേണ്ട ബന്ദി കൈമാറ്റം ഹമാസ് നീട്ടിവെച്ചതിനെ തുടർന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തു. എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചയ്ക്കകം തിരിച്ചെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്തു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ചയാണ് പറയുന്നത്. ഹമാസ് ഒടുവിൽ പരാജയപ്പെടുന്നത് വരെ സൈന്യം തീവ്രമായി പോരാട്ടത്തിലേക്ക് മടങ്ങും, അദ്ദേഹം ഒരു വീഡിയോ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിലെ ഇസ്രായേൽ ലംഘനങ്ങൾ സംബന്ധിച്ച് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ മുന്നറിയിപ്പ് വരുന്നത്. പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ കരാറിന് കീഴിൽ ഹമാസ് കഴിഞ്ഞ മാസം ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങിയിരുന്നു. പാലസ്തീൻ തടവുകാരെയും ഇസ്രായേലിൽ തടങ്കലിൽ കഴിയുന്ന മറ്റ് പാലസ്തീനികളെയും തിരികെ നൽകുന്നതിനായി ഹമാസ് ശനിയാഴ്ച കൂടുതൽ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ വൈകിപ്പിച്ചുവെന്നും സ്ട്രിപ്പിലേക്ക് പ്രവേശിക്കുന്നത് മാനുഷിക സഹായം നിർത്തിവെച്ചതായും ഹമാസ് അന്ന് ആരോപിക്കുകയും ചെയ്തു. സഹായ വിതരണങ്ങൾ തടഞ്ഞുവെന്നത് ഇസ്രായേൽ നിഷേധിക്കുകയും ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള മുന്നറിയിപ്പ് അവഗണിച്ച വ്യക്തികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഹമാസിന്റെ പ്രസ്താവനയ്ക്ക് ഒരു ദിവസത്തിന് ശേഷം ഗാസ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നെതന്യാഹു തിരിച്ചടിക്കുകയും ചെയ്തു. കരാർ ലംഘിക്കാനും നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കാതിരിക്കാനുമുള്ള ഹമാസിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഗാസ മുനമ്പിലും പരിസരത്തും സൈന്യത്തെ അണിനിർത്താൻ ഞാൻ ഇന്നലെ രാത്രി IDF-നോട് ഉത്തരവിട്ടു. തന്റെ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ US മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തിങ്കളാഴ്ച ഓവർ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ എല്ലാ ബന്ദികളും ശനിയാഴ്ച 12 മണിക്ക് മുമ്പ് തിരിച്ചെത്തിയില്ലെങ്കിൽ കരാർ അവസാനിക്കുമെന്നും. എന്നാൽ ഇതുവരെയും ഹമാസ് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനിയും ഇത്തരത്തിൽ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നും വെടിനിർത്തൽ പുനരാരംഭിക്കുകയും ചെയ്യുമോ എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.